ഇന്നലെ ഞാനേ വെക്കാൻ പോണ വീടിന്റെ പ്ലാൻ നിനക്ക് അയച്ചായിരുന്നു, കണ്ടായിരുന്നാ? കണ്ട് കണ്ട് എനിക്ക് അത്ര വലിയ ഇഷ്ടായില്ലട്ടാ. അതെന്താടി? അത് പിന്നെ ആകെ 3 മുറിയല്ലേ ഉള്ളൂ. അപ്പൊ ഞങ്ങളെല്ലാരും കൂടി വന്നു കഴിഞ്ഞാ എവിടെ നിൽക്കും? അങ്ങനെയാണ് ദാസേട്ടൻ ചോദിക്കണത്. അതാണാ. അത് നമുക്ക് അന്നേരം എന്തെങ്കിലും ചെയ്യാടി. എന്ത് ചെയ്യാൻ? ഞങ്ങൾ അന്നേരം ഹോളിൽ കിടക്കണമായിരിക്കും അല്ലേ അമ്മേ? അന്നേരേ ഒരാൾക്ക് സുനിതയുടെ മുറി കിടക്കല്ല, അവൾ ഒറ്റക്കല്ലേ ഇരിക്കുക. അപ്പൊ പിന്നെ അവൾ ഇവിടെ വരാന്തയിൽ എവിടെയെങ്കിലും കിടന്നോളൂ. പിന്നെ മറ്റാക്ക് റൂമിലും കിടക്കല്ല. അത് നിങ്ങളാന്ന് വെച്ചാൽ അങ്ങോട്ട് തീരുമാനിച്ച് അങ്ങോട്ട് ചെയ്താ പോരെ? അതന്നേരം ചേച്ചി സമ്മതിച്ചാ മതി. സമ്മതിക്കാതെ എവിടെ പോവാൻ? അവളുടെ കുടുംബത്തിന്ന് തന്തേം തള്ളയൊന്നും കൊടുത്തുവിട്ട പൈസക്കല്ലേ ഇത് വെക്കണത്. എന്റെ മോന്റെ പൈസക്കാണ്. അപ്പൊ നമ്മളൊക്കെ തീരുമാനം എടുത്താ മതി. അതമ്മ ചേച്ചിനെ ഇടക്കിടക്ക് ഓർമ്മിപ്പിക്കണം കേട്ടാ. അവൻ എന്നോട് വീടിന്റെ പ്ലാൻ എങ്ങനെയാണ് അമ്മേ ഉണ്ടാക്കേണ്ടതെന്ന് ചോദിച്ചപ്പോ തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് ആകെ ഒരു നിർദ്ദേശമേ തരാനുള്ളൂ. 2 മുറി വേണം. എൻ്റെ 2 പെൺമക്കളും വന്നാ അവർക്ക് നിൽക്കാനായിട്ട്. അതേ ഉള്ളൂ. ചേട്ടാ ഈ മാസം പൈസ ഒന്നും അയച്ചില്ല അമ്മേ? അയച്ച്. ഈ മാസം മുതലേ അധിക ശമ്പളം കിട്ടും, 5000 രൂപ കൂടുതൽ. അപ്പൊ അവൻ ഈ പ്രാവശ്യം 15 എന്നുള്ള 25 അയച്ച്. ഞാൻ ഇവളോട് 15 എന്ന് പറഞ്ഞുള്ളൂ. അതെന്തായാലും നന്നായി. അതിൽ നിന്നേ ഒരു 5 രൂപ എനിക്കൊന്നും തരാവോ? ദാസേട്ടന് വേണ്ടിയാണ്. ഒരു പണി കിട്ടിയിട്ടുണ്ട്. ആ പണിയുടെ അഡ്വാൻസ് കിട്ടുമ്പോ അങ്ങോട്ട് തിരിച്ചു തരാം. അതിനെന്താ തരാല്ല? നിനക്കും കൂടി വേണ്ടിയല്ലേ അവൻ അവിടെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടണത്. നിനക്ക് തരണേന് അവൻ ഒന്നും പറയൂല. ഞാൻ തരാം. ഇന്ന വെള്ളം. ഇപ്പോഴെങ്കിലും ഒരിറ്റ് വെള്ളം തരാൻ തോന്നിയല്ലേ ചേച്ചിക്ക്? ഞാൻ മീൻ വെട്ടായിരുന്നു, അതാണ് വെള്ളം എടുക്കാൻ വൈകിയത്. അതാണ് ഒരു മീൻ്റെ നാറ്റല്ലേ ഗ്ലാസ്സിന്? അയ്യോ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഞാൻ കൈ നന്നായിട്ട് കഴുകിയിട്ട് എടുത്തത്. അല്ലെങ്കിൽ അവക്ക് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചെടുത്തരാൻ വല്ലാത്ത മടിയാണ്. എനിക്ക് വല്ലാത്ത വിശപ്പുണ്ട്. രാവിലെ 2 ഇഡ്ഡലി മാത്രമാണ് കഴിച്ചിട്ടുള്ളതേ. ഞാൻ ചോറെടുക്കാം. വിശക്കണെന്ന് പറഞ്ഞാൽ മാത്രമേ ഇവിടെ ഭക്ഷണം കൊടുക്കാൻ അറിയുള്ളൂ അമ്മേ. ഒരാൾ ഉച്ചക്ക് കയറി വന്നാൽ ചോറ് കൊടുക്കണമെന്ന് അറിഞ്ഞൂടെ? എടീ, എൻ്റെ മോക്ക് ചോറ് കൊടുത്തേ. എടുക്കാമേ. ഈ തോരനും കൂടി ഒന്ന് ആയിക്കോട്ടെ. അമ്മ ഇപ്പൊ കണ്ണട വെക്കാറില്ലേ? ഇടക്കൊക്കെ വെക്കാറുള്ളൂ. എനിക്ക് ഈ കണ്ണട അങ്ങോട്ട് വെച്ച് കഴിയുമ്പോ ഇടക്ക് തലവേന അങ്ങോട്ട് വരും. അപ്പൊ അവൻ പറഞ്ഞിട്ടുണ്ട് ഇനി വരുമ്പോ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പോവാന്നേ. ഒന്ന് വേഗം ആക്കാൻ പറ അമ്മേ, എനിക്ക് വിശന്നിട്ട് വയ്യ. വേഗം ആക്കിക്കോ, എനിക്കും വിശപ്പ് തുടങ്ങി. പണ്ടത്തെ പോലെ കറിക്കൊന്നും രുചിയില്ലല്ലേ ചേച്ചി? അല്ലെങ്കിൽ ഞാൻ വന്നോണ്ട് രുചിയില്ലാണ്ട് ഉണ്ടാക്കിയതാണോ? അയ്യോ, അങ്ങനെ ഒന്നും പറയല്ലേ. എല്ലാ ദിവസവും ഉണ്ടാക്കണ പോലെ തന്നെ ഇന്ന് ഉണ്ടാക്കിയത്. പിന്നെ നിങ്ങൾ വരുന്നതിന് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പണ്ടത്തെ വെച്ച് കണക്ക് കൂട്ടണ്ട മോളെ. എല്ലാരും പഠിച്ച് നന്നാക്കിയാണ് വന്നത്. ഇവള് മാത്രം പഠിച്ചു വരച്ച് മോശാക്കിയാണ് വന്നത്. എല്ലാ ദിവസവും എനിക്ക് ഇങ്ങനത്തെ ഭക്ഷണമൊക്കെയാണ് വെച്ച് തരുന്നത്. ഞാനായതുകൊണ്ട് തിന്നും കുടിച്ചും പോണം. ചേച്ചിക്ക് ഇവിടെ അടുക്കളപ്പണിയില്ലാതെ വേറെ ഒന്നുമില്ലല്ല. അപ്പൊ അതൊന്നും നന്നാക്കാൻ ശ്രമിച്ചൂടെ? ആരോടാണ് മോളീ പറയണത്? അവക്കെന്തോ വാശിയുള്ള പോലെയാണ് കറി ഉണ്ടാക്കണത്. കഴിഞ്ഞ ആഴ്ചയെ ഞങ്ങൾ ഇവിടെ വന്നപ്പ ചേച്ചി എന്തോ തയ്യൽ പഠിക്കാൻ പോണേന്ന് അമ്മ പറഞ്ഞല്ല. എന്തായി പഠിത്തം? അത് കുടുംബശ്രീയുടെ 20 ദിവസത്തെ തയ്യൽ ക്ലാസ് ആയിരുന്നു. അത് കഴിഞ്ഞ്. എൻ്റെ പൊന്നേച്ചി, തയ്യലൊക്കെ പഠിക്കാൻ പോയിട്ട് എന്തിനാണ്? വെറുതെ സമയം കളയാനായിട്ട്. ഇപ്പോഴാണെങ്കിൽ മുക്കിലും തയ്യൽ കടയാണ്. അപ്പൊ കോമ്പറ്റീഷൻ ഉണ്ടാവും. ആര് തയ്ക്കാൻ കൊണ്ടു തരാനാണ്? അതും ഈ കാട്ടുമുക്കിലേ. അത് ഷെയ്പ്പൊക്കെ ചെയ്യാനും നൈറ്റിയൊക്കെ വെട്ടി ചെറുതാക്കാനൊക്കെ കിട്ടും രശ്മി. എനിക്ക് തോന്നണില്ലട്ടാ. എന്തൊരു എരിവാണ് മീൻകറിയിലൊക്കെ. എന്തോ വാശിയുള്ള പോലെ മുളക് വാരിത്തേക്കാണ്. വീടിന്റെ പ്ലാൻ ഞാൻ അവക്കും അയച്ചിരുന്നു, മൂത്തവക്കേ. പക്ഷെ അവക്ക് ഇഷ്ടായോന്നാവോ ഒന്നും പറഞ്ഞില്ലല്ലോ. ചേച്ചിയുടെ ഫോൺ 2 ദിവസമായിട്ട് റീചാർജ് തീർന്നിരിക്കുകയാണ്. അപ്പൊ ചിലപ്പോ കണ്ടിട്ടുണ്ടാവൂലട്ടാ. അപ്പൊ അതാണ് ഞാൻ അവക്ക് മെസ്സേജ് അയച്ചിട്ട് നീലവര വീഴാഞ്ഞത്.
ഇങ്ങോട്ട് പോന്നപ്പേ വരുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി ഞാൻ ചേച്ചിനെ വിളിച്ച്. അപ്പൊ കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ചേട്ടന്റെ നമ്പറിൽ വിളിച്ച്. അപ്പോഴാ പറയുന്ന റീചാർജ് തീർന്നിരിക്കാന്ന് പറഞ്ഞിട്ട് 2 ദിവസമായി ഇന്ന്. ദേ അമ്മയെ പ്ലാൻ ചേച്ചിക്ക് അയച്ചു കൊടുത്ത സ്ഥിതിക്ക് ചേട്ടനും കൂടി ഒന്ന് അയച്ചിട്ടോ, അവരൊന്ന് കാണട്ടെ. ചേച്ചിയുടെ റീചാർജ് ചെയ്തിട്ടില്ല, ഇനി എന്ന് ചെയ്യാനാ? അപ്പൊ ചേട്ടൻ്റെ അയച്ചാൽ എന്തായാലും കാണും. അവരുടെയും കൂടെ അഭിപ്രായം അറിഞ്ഞിട്ട് വീട് പണി തുടങ്ങിയാൽ മതിട്ടാ. അമ്മേ പ്ലാനൊന്ന് എനിക്ക് കാണിച്ചു തരാവോ? ഞാൻ കണ്ടില്ലായിരുന്നു. അതിൻ്റെയൊക്കെ ആവശ്യം എന്ത്? നിനക്കത് കണ്ടാ മനസ്സിലാവോ? ഇല്ല, അപ്പൊ കാണണ്ട, അതാ നല്ലത്. അപ്പൊ അമ്മ ചേച്ചിനെ കാണിച്ചു കൊടുത്തില്ലേ? അല്ല, കാണിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. ചേച്ചിക്ക് ഞങ്ങളെ പോലെ പഠിപ്പൊന്നും ഇല്ലല്ലോ, അപ്പൊ എങ്ങനെ മനസ്സിലാക്കാനാണ്? അപ്പൊ കാണാത്തതാണ് നല്ലത്. അത് തന്നെ, അതുകൊണ്ടാണ് കാണിക്കാഞ്ഞതും. ചേട്ടനോട് ചോദിച്ചപ്പോ അമ്മേനോട് ചോദിച്ചാ മതി എന്ന് പറഞ്ഞു. അല്ലെങ്കിലും എൻ്റെ മോൻ്റെ പൈസ കൊണ്ട് ഉണ്ടാക്കണ വീട് കാണിച്ച് നിന്നെ തൃപ്തിപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? അവൻ ആ പണിയൊക്കെ കഴിഞ്ഞ് എല്ലാരും കൂടി അങ്ങോട്ട് താമസം മാറുമ്പോ അങ്ങോട്ട് മാറാ, കേറി അങ്ങോട്ട് താമസിക്കുക, അത്ര തന്നെ. ഞാൻ ചേട്ടന്റെ ഭാര്യയല്ലേ അമ്മേ? അയ്യോ, ഭാര്യയായിട്ട് കാര്യമില്ല. കയ്യിലെന്തെങ്കിലും ചിക്കിളി കൊടുത്താ വീട് പണിയാനായിട്ടില്ലല്ല. ഞാൻ എന്ത് കൊടുക്കാനാണ് അമ്മേ? എനിക്ക് ജോലിയൊന്നും ഇല്ലല്ലോ. ജോലി കിട്ടണമെങ്കിൽ പഠിക്കണം. പഠിക്കാൻ വിട്ടപ്പോ മാങ്ങ പറിക്കാൻ പോയാ ഇങ്ങനെ ഇരിക്കും. ഈ പറയണ നിനക്കും ജോലിയൊന്നുമില്ല, ഭർത്താവിന്റെ ലോട്ടറി കടയിൽ ഇരിക്കല്ലേ? എനിക്കതെങ്കിലും ഉണ്ട്. ചേച്ചിക്ക് എന്തുണ്ട്? തയ്യല് പഠിക്കാൻ പോകണ്ടല്ല അപ്പൊ കുറച്ച് ദിവസമായിട്ട്. അപ്പൊ തയ്യല് പഠിച്ചു കഴിഞ്ഞാൽ എന്തോ വലിയ മജിസ്ട്രേറ്റ് ആവുന്നാണ് വിചാരേ. ആ ദാരിദ്ര്യം പിടിച്ച വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കേണ്ടത് 10,000 വട്ടം ഞാൻ അവനോട് അന്ന് പറഞ്ഞു. ഇപ്പൊ എന്തായി? നമുക്കൊരാവശ്യം വരുമ്പോ പോയി പൈസ മേടിച്ചിട്ട് വരാൻ ഒരു വീടില്ലാണ്ടായി. ഇല്ലെങ്കിൽ ഇവളങ്ങോട്ട് പറഞ്ഞു വിട്ടാ പോരെ, പൈസയും കൊണ്ട് ഇവളിങ്ങോട്ട് വരില്ലേ? ഇപ്പൊ ദാരിദ്ര്യം പിടിച്ച വീട്ടിൽ നിന്ന് അല്ലാണ്ട് ഒന്ന് വിളിച്ചു പോയിട്ട് കാര്യമില്ല. അവര് വിളിച്ചു പറഞ്ഞാൽ അങ്ങോട്ട് പൈസ ചോദിക്കും അവര്. അമ്മേ ഞാൻ പോണ്, ഇനി അടുത്ത ആഴ്ച ഇറങ്ങാം ഞാൻ ഇങ്ങോട്ട്. അടുത്ത ആഴ്ച വരുമ്പോ പിള്ളേരെയൊക്കെ കൂട്ടി പാടി. പോണ്ടാ, പോണേ. ഇത് കൊറേ കാലമായല്ലോ നിങ്ങൾ അടക്കാന്നും പറഞ്ഞോണ്ട് ഈ നടക്കണത്. ആരെയാ നിങ്ങൾ പറ്റിക്കാൻ നോക്കണേ? അടക്കാം മാഡം. ഈ ആഴ്ച 25,000 രൂപയെങ്കിലും അടച്ചില്ലെങ്കിൽ ഞങ്ങള് നോട്ടീസ് അയക്കും. പിന്നെ എന്താ ഞങ്ങൾ മാഡം അത് കട്ട് ചെയ്താ മുഷിക്കുടിച്ച സാധനം ഉള്ളത്. എടി സുനിതേ, എന്താ അമ്മേ? നിന്നെ കൊണ്ടൊക്കെ എന്തുപകാരം ഈ കുടുംബത്തുള്ളത്? എന്താ അമ്മേ, എന്താ പറ്റിയേ? എന്തായാലും നീ ഈ കുടുംബത്തിൽ കാലൂത്തി അന്ന് തുടങ്ങി ഇവിടെ ദുരിതമല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അതിന് ഞാൻ എന്ത് ചെയ്തമ്മേ? അതാണ് പ്രശ്നം. നീ കുടുംബത്തിന് വേണ്ടി ഒന്നും ചെയ്യണില്ല. ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടത്തണം, എന്നാ നിന്റെ കുടുംബത്തിൽ പോയി കുറച്ച് പൈസ കൊണ്ടുതന്നെ ഉണ്ടാ? ഇല്ല, അത് തന്നെ ഇവിടുത്തെ പ്രശ്നം. എൻ്റെ അമ്മേ, അച്ഛന് അവിടെ ജോലിയില്ല, പിന്നെ ഞാൻ എങ്ങനെ അവിടെ പോയി പൈസ ചോദിക്കുമോ അമ്മേ? എനിക്കതറിയേണ്ട ആവശ്യമില്ല. എനിക്ക് എവിടെന്നെങ്കിലും പൈസ വേണം. ബാങ്കിൽ നിന്നൊക്കെ ആൾക്കാർ വിളിക്കുമ്പോൾ ഞാനാണ് ഇവിടെ നാണം കെട്ടി നിൽക്കണത്. എൻ്റെ നമ്പറല്ലേ കൊടുത്തത് അവിടെ കൊണ്ടുപോയി. ചേട്ടൻ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെ നിന്ന് അറേഞ്ച് ചെയ്യാനവൻ? പാവ എൻ്റെ മോൻ അവിടെ കിടന്നത് ആപ്പകലില്ലാണ്ട് കഷ്ടപ്പെട്ടിട്ടാണ് പൈസ ഇങ്ങോട്ട് അയക്കണത്. പാവ നല്ല ഭക്ഷണം പോലും കഴിക്കാറില്ല, കുബൂസ് കഴിച്ചിട്ടാണ് എല്ലാ ദിവസവും കഴിയണത്. ആരോടെങ്കിലും നീ ചോദിച്ചു മേടിക്ക്. വെറും 25,000 രൂപയല്ലേ ഉള്ളൂ. ഞാൻ ആരോട് ചോദിക്കാനാണ് അമ്മേ? ആരോടെങ്കിലും ചോദിച്ചോ. ഈ മാസം തീർന്നതിന് മുമ്പ് എനിക്ക് പൈസ കിട്ടണം, അത്രേ ഉള്ളൂ എനിക്ക്. ഇന്നലെ തുടങ്ങി അവനെ വിളിച്ചിട്ട് കിട്ടണില്ലല്ലോ. അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാന്നാവോ? TV-യിലൊക്കെ ഓരോന്നോരോന്ന് കണ്ടിട്ട് മനുഷ്യന് ആദ്യം കയറിയിട്ട് വയ്യല്ല. വിളിച്ചാ ഒന്ന് തിരിച്ചു വിളിച്ചൂടെ അവന്? അവനാണല്ലോ വിളിക്കണത്. മോനെ. ശരി എന്നാ. ശരി. എന്താ അമ്മ, എന്തു പറ്റി? ഒരു പ്രശ്നം തീരുമ്പോ അടുത്ത പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് വരികയാണല്ലോ തമ്പുരാനെ. അവിടെ എന്തോ യുദ്ധത്തിന്റെ പ്രശ്നങ്ങളാണെന്നും കുറച്ച് പേര് അവിടെ നിന്ന് പിരിച്ചു വിടണുണ്ടെന്ന്, അതിലവനുണ്ടെന്ന്. വൈകിട്ടാവുമ്പേക്കും ഇവിടെ എത്തൂന്ന്. അയ്യോ,
ഇനിയിപ്പൊ എങ്ങനെയാ നമ്മൾ കഴിയീശ്വര? ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യും മോനെ? എന്ത് ചെയ്യാനാണ്? ഇവിടെ ഉണ്ടായിരുന്ന നല്ല മണിക്കാത്തൊരു ജോലി ഉപേക്ഷിച്ച് ദുബായിക്ക് പോയി. അവരാണെങ്കിൽ അവിടുന്ന് തിരിച്ചു അയച്ച്. ഇനി എന്ത് ചെയ്യാനെന്ന് എനിക്കറിയില്ല. 1 രൂപ പോലും എന്റെ കയ്യിൽ എടുക്കാനില്ല അമ്മേ. അപ്പൊ നമ്മുടെ വീട് പുതുക്കി പണിയുന്ന കാര്യം പറഞ്ഞതാ? അതിന് നടക്കുന്നു തോന്നണില്ല അമ്മേ. അല്ലെങ്കിലും എന്തായിരുന്നു നമ്മുടെ അഹങ്കാരം? ഒരു വീട് പുതുക്കി പണിയാൻ പോണെന്നും പറഞ്ഞ അയ്യോ. അമ്മേ, ഞാൻ അവിടെ നിന്ന് അമ്മക്ക് അയച്ചു തന്നിരുന്ന പൈസയിൽ എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടോ അമ്മേ? അത് മോനെ, അത് അയക്കണ പൈസയില് ചെറിയ ചെറിയ കടങ്ങളൊക്കെ ഉണ്ടായിരുന്നേക്കെ തീർത്ത്. പിന്നെ എടി മോളെ, നിനക്കിടക്ക് ഞാൻ പൈസ തരൂലായിരുന്ന? ആ പൈസ അവനിപ്പ അങ്ങോട്ട് കൊടുക്കടി. എന്റെ കയ്യിലാ? അമ്മ അതിനെപ്പോഴാണ് എന്റെ കയ്യിൽ പൈസ തന്നത്? അത് നീ മറന്ന? 2 പ്രാവശ്യം 5000 വെച്ചു, 3 പ്രാവശ്യം 10000 വെച്ച് ഞാൻ നിനക്ക് തന്നായിരുന്നു. എന്റെ അമ്മേ, ഇങ്ങനെ മുഖത്തൂക്കി കള്ളം പറയല്ലേട്ടാ. ഇവിടെ വന്ന് പോകുമ്പോ പിള്ളേർക്ക് മിഠായി മേടിച്ചു കൊടുക്ക് എന്നൊക്കെ പറഞ്ഞു ഒരു 500 1000 തരും. അതിനാണ് ഈ 10000ങ്ങളുടെ കണക്കേ. എടി നീയാണിപ്പൊ നോണ പറയണത്. എടാ മോനെ, 2 പ്രാവശ്യം 5000 രൂപ അത് പിള്ളേരുടെ ഫീസ് കെട്ടാനാന്ന്, 2ന്റെയും കൂടി ഫീസ് കെട്ടാനാന്നും വന്ന് സമയം കഴിഞ്ഞു പോയി അമ്മയെ ഫൈൻ അടക്കണം എന്നും പറഞ്ഞാണ് അവള് മേടിച്ചിട്ട് പോയത്. പിന്നെ 1 പ്രാവശ്യം 10000 മേടിച്ചത് പുറകേല അടുക്കളയുടെ വശം ചോരനപ്പൊ ഒന്ന് ഷീറ്റ് വലിച്ചിട്ടെ അമ്മേ, മഴക്കാലം കഴിയുമ്പോഴേക്കും പിന്നെ പൈസ തിരിച്ചു തരാ, ഷീറ്റ് മാറ്റുമല്ല എന്നൊക്കെ പറഞ്ഞാണ് അന്ന് മേടിച്ചത്. ബാക്കി 2,000 എന്തിനാണ് മേടിച്ചത് എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞാല്. എടീ, നീ ഓർക്കണില്ല ഇതൊന്നും? അമ്മാള് കൊള്ളാല്ല, കൊച്ചിന്റെ ഫീസ് അടച്ചിട്ടില്ലെന്നൊക്കെ പറയുമ്പോ അമ്മ ഫ്രീ ആയിട്ട് തരുന്നല്ലേ ഞാൻ വിചാരിച്ചത്. തിരിച്ചു തന്നെ ഒന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ എത്രയൊക്കെ പൈസ മേടിക്കുവോ? കൊച്ചുമക്കൾക്ക് പൈസ കൊടുക്കുന്ന ഞാൻ വിചാരിച്ചത്. ആ, അപ്പൊ നീ ഇടക്ക് പൈസ മേടിക്കുമ്പോ തിരിച്ചു തരാന്ന് പറയാറുണ്ടായിരുന്നല്ല. അപ്പൊ അമ്മയല്ലേ വേണ്ട വെച്ചോളാൻ പറഞ്ഞത്. എന്നാൽ ഇവനൊരാവശ്യം വരുമ്പോ നിങ്ങൾ 2 പേരും അല്ലാണ്ട് പിന്നെ ആര് സഹായിക്കാനാണ്? നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരോട് പറഞ്ഞ് ഇവനൊരു ചെറിയൊരു ബിസിനസ് എന്തെങ്കിലും തുടങ്ങി കൊടുക്കുക, അവൻ രക്ഷപ്പെട്ടോളും. എന്റെ പൊന്നമ്മേ, ബിസിനസ് എന്നൊക്കെ പറഞ്ഞ ചെറിയ പൈസയുടെ കാര്യമൊന്നാ നമ്മുടെ വിചാരം? വലിയ വലിയ പൈസ വേണം അതിനൊക്കെ. ഞങ്ങൾ ഭർത്താക്കന്മാരോട് പോയിട്ട് എങ്ങനെയാണ് ചോദിക്കണത്? ഓ, അളിയന് ബിസിനസ് തുടങ്ങി കൊടുക്കാൻ എങ്ങനെ ഞങ്ങൾ ചോദിക്കാമോ എന്ന് ആലോചിച്ച് നോക്കിയേ. അവന് നല്ലൊരു സമയം ഉണ്ടായിരുന്നപ്പോ നിങ്ങളെയൊക്കെ സഹായിച്ചല്ലേ. അപ്പൊ അവന് മോശ സമയം വരുമ്പോ നിങ്ങൾ തന്നെയാ സഹായിക്കേണ്ടത്. എന്റെ പൊന്നമ്മേ, അപ്പൊ അമ്മ ഇത് മനസ്സിൽ വെച്ചിട്ടാണ് വൈകിട്ടാവും ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. വെറുതെ അല്ല ചേച്ചി വരാഞ്ഞത്. ഞാൻ വിചാരിച്ചേ ദുബായിൽ നിന്ന് വരെയല്ലേ, അപ്പൊ ചേട്ടൻ എന്തെങ്കിലും സാധനമൊക്കെ കൊണ്ടുവരുമല്ല, അത് കൊണ്ടുപോകാല്ലാന്ന് വിചാരിച്ച് ഞാൻ കിറ്റും കൂടി എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ തള്ളിക്കയറ്റി വെച്ചിട്ടാണ് വന്നത്. പിന്നെ ദുബായി പോയിട്ട് ജോലി പോയിട്ട് തിരിച്ചു വരുമ്പോ കുറേ സാധനങ്ങൾ കൊണ്ടുവരല്ലേ. അമ്മ ചേച്ചിയോട് പറഞ്ഞായിരുന്നാ ജോലി മതിയാക്കി ചേട്ടൻ നാട്ടിലോട്ട് പോന്നെന്നുള്ള കാര്യം? ആ, അവളെന്നോട് ചോദിച്ചു എന്താണ് വൈകിട്ട് വിശേഷം ഒന്നും. അപ്പൊ ഞാൻ ഈ കാര്യം പറഞ്ഞു. അപ്പൊ ചേച്ചിക്ക് കാര്യം മനസ്സിലായിട്ടാണ് ഇങ്ങോട്ട് വരാഞ്ഞത്. നിനക്കിപ്പോ ഇവനെ സഹായിക്കാൻ പറ്റുമോ ഇല്ലയോ അത് പറ. വൈകുന്നേരം ഞാൻ അവളെ വിളിച്ചോളാം. എന്റെ പൊന്നമ്മേ, ഇപ്പോഴത്തെ എന്റെ അവസ്ഥക്ക് ചേട്ടനെ സഹായിക്കാൻ പറ്റൂലെന്നേ. ചേച്ചിനെ വിളിച്ചിട്ടും കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അവർക്കും സഹായിക്കാൻ പറ്റൂലട്ടാ. ഇപ്പൊ എനിക്ക് മനസ്സിലായി നിന്റെ ചേട്ടനോടുള്ള നിന്റെ സ്നേഹം. അങ്ങനെ ഒരുപാട് പൈസ കൊടുത്ത് സ്നേഹം കാണിക്കാൻ ഞങ്ങളുടെ അടുത്ത് ഇല്ലാത്തോണ്ടാണ് ഞങ്ങളെങ്ങനെയോ തട്ടിയും മുട്ടിയാണ് ജീവിച്ചു പോണത്. എടി മോളെ, നിങ്ങളുടെ ഭർത്താക്കന്മാരോട് ചോദിക്കാണ്ട് നിനക്ക് ഇവനെ ഒന്നും സഹായിക്കാൻ പറ്റില്ലേ? വല്ലതും പണയം വെച്ചാ അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ട്. എന്റെ പൊന്നമ്മേ, ഈ ഇട്ടിരിക്കണൊക്കെ മുക്കാണ്. പിന്നെ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടല്ലോ നമ്മുടെ കുറെ സ്വർണ്ണമൊക്കെ ഇട്ട് നടക്കണത്. അതൊന്നും ഇനി തെറ്റിക്കണ്ടല്ലോ. എന്റെയും മോളെ ഒന്നും ഇടാത്തേന്ന് ആൾക്കാരെ കൂടി ചോദിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മുക്കൊക്കെ മേടിച്ചിട്ടേക്കാണ്. ഇനി ഇവിടെ ഇരുന്നാ ശരിയാവൂല. അമ്മേ, എന്നാ ഞാൻ ഇറങ്ങട്ടേട്ടാ. 6 മണിന്റെ ബസ് പോയി കഴിഞ്ഞാ പിന്നെ അങ്ങോട്ട് ബസ്സില്ലെന്നേ. പോട്ടെ. അവള് പറയണൊക്കെ പച്ച കള്ളോണ്. കല്യാണത്തിന് ഞാനും അവളും കൂടി പോയെടുത്ത വളയാണ് അവളുടെ കയ്യിൽ ഇപ്പോഴും കിടക്കണത്.
എന്നിട്ടാണ് പറഞ്ഞത് അതൊക്കെ മുക്കാടുന്ന് നുണച്ചി. ഞാനേ മൂത്തവളെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് വിളിക്കാടാ. അവളെന്തെങ്കിലും പൈസ ഉണ്ടാക്കി തരും നിനക്ക്. ഇനി ആരെയും വിളിക്കണ്ടമ്മേ. ആരും വെറുതെ ഒന്നും പൈസ തരൂല. എല്ലാം കൊണ്ട് എനിക്കിപ്പോ കഷ്ടാലോന്നാ തോന്നണേ. കഴിഞ്ഞ ആഴ്ച അവിടെ മെഡിക്കൽ ചെക്കപ്പ് ചെയ്തപ്പോ എനിക്ക് എന്തോ കംപ്ലൈന്റ് ഒക്കെ ഉണ്ട്. നാട്ടിൽ വന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാനും പറഞ്ഞു. എന്താണെന്നൊന്നും അവര് പറഞ്ഞില്ല. ചിലപ്പോ അതുകൊണ്ടായിരിക്കും യുദ്ധത്തില് കുറെ പേരെങ്കിലും കയറ്റി വിട്ടപ്പോ എന്നെയും കൂടി കയറ്റി വിട്ടത്. അയ്യോ, അങ്ങനെയാണെങ്കിൽ പണിക്കൊന്നും പോകാൻ പറ്റുമെന്ന് തോന്നണില്ല. അല്ലാത്ത കിതപ്പാണ്. പണിയെടുത്ത് വരുമ്പോഴേക്കുവേ കുറച്ചു ദിവസമായി ഞാൻ ശ്രദ്ധിക്കണേ. പണ്ട് കള്ളും സിഗരറ്റൊക്കെ വലിച്ച് ജീവിതം കളഞ്ഞല്ലേ. ചിലപ്പോ അതിന്റെ അനുഭവിക്കണം ഞാൻ ഇപ്പോഴായിരിക്കും. സുനിതേ, ആ വരുന്ന്. തയ്ക്കാൻ തന്നെ മേടിക്കാൻ ശ്യാമള ചേച്ചി വന്നാന്ന് തോന്നണം. എടുത്തു കൊടുക്കട്ടെ. ചേട്ടാ, കഴിഞ്ഞതൊന്നും ആലോചിച്ച് ചേട്ടൻ വിഷമിക്കണ്ട. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കാം. ഇപ്പം എനിക്ക് അത്യാവശ്യത്തിന് തയ്ക്കാനൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും. ഇവങ്ങളെ എല്ലാത്തിനും നന്ദി. ഇപ്പോഴാണ് മോനെ എനിക്ക് ശരിക്കും സമാധാനമായത്. കല്ലിട്ട് ഇങ്ങോട്ട് വന്നപ്പ. എൻ്റെ തമ്പുരാനെ, നിന്റെ ജോലി പോയി നീ നാട്ടിലോട്ട് വന്നപ്പോഴേ സകലമാന ആൾക്കാരും എന്നെ കളിയാക്കി. വീട് വെക്കാൻ പോണെന്നേട്ടല്ല, എവിടെയാണ്, പെരപ്പുറത്താടാ എന്നൊക്കെ ചോദിച്ച്. ഇപ്പോഴാണ് എനിക്ക് ശരിക്കും സമാധാനമായത്. അതേമ്മേ, ഇനി ആ വീട് തീർത്തിട്ട് അങ്ങോട്ട് മാറി താമസിച്ചാലേ എനിക്കും സമാധാനാവുള്ളൂ അമ്മേ. അല്ല മോനെ, സുനിത മോൾ എന്തിയെ? വന്നിട്ട് പിന്നെ കണ്ടില്ലല്ല. സുനിതേ, എന്താ വിളിച്ചാ? അല്ല, അമ്മ ചോദിച്ചേ നീ എവിടെയെന്ന്, അതാ വിളിച്ചത്. ഞാൻ ഈ വീഡിയോ കോളിലായിരുന്നു. പുതിയ ഷോപ്പിലോട്ട് എടുത്ത ഡ്രസ്സുകളൊക്കെ ഒന്ന് സ്റ്റാഫുകൾ കാണിച്ചു തരുമായിരുന്നു. സത്യം പറഞ്ഞാ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ. ഇവള് തയ്യൽ പഠിക്കാൻ പോയതും അതുപോലെ ദുബായിലുള്ള കൂട്ടുകാരി ഇവളെ സഹായിച്ചിട്ടൊരു തയ്യൽ കട ഇട്ടതും അതിപ്പോൾ 3 തയ്യൽ കടയിലായി നിൽക്കുന്നത് ഒന്നും. ശരിയാ, അവളില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരു ഉയർച്ച ഉണ്ടാവില്ലായിരുന്നു. 10ാം ക്ലാസ് എഴുതിയെടുത്തതും അതുപോലെ തന്നെ 6 മാസത്തെ +2 പഠിച്ച് പിന്നെ ഫാഷൻ ഡിസൈനിങ് പഠിച്ചതൊക്കെ അവളുള്ളതുകൊണ്ട് മാത്രമാണ്. ആ കൂട്ടുകാരി ഉള്ളതുകൊണ്ട് മാത്രമല്ല, ഇവളുടെ ഭാഗ്യം കൊണ്ടും അതുപോലെ തന്നെ കഠിനാധ്വാനം കൊണ്ടാണ് ഈ നില വരെ എത്തിയത്. ആ അതെ അതെ. അമ്മേ, വീടിന്റെ പ്ലാനേ ഇവളുടെ ഇഷ്ടത്തിനാണ് എല്ലാം ആക്കിയേക്കണത്. അത് പിന്നെ അങ്ങനെയല്ലേടാ വേണ്ടത്. അവള് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വീടല്ലേ, അപ്പൊ അവളുടെ ഇഷ്ടത്തിന് മതി. എനിക്ക് എന്തായാലും സന്തോഷം മാത്രമേ ഉള്ളൂ. ചേട്ടാ, നാളെ കേട്ടോ ചെക്കപ്പിന് പോകേണ്ടത്. ഞാൻ ഷോപ്പിൽ പോയിട്ടൊരു 11 മണിയൊക്കെ ആകുമ്പോഴേക്കും വന്നേക്കാം. അപ്പേക്ക് റെഡി ആയിക്കണേ. ആ, അമ്മക്കുള്ള മരുന്നും നാളെ തന്നെ മേടിക്കാം കേട്ടോ. ആ ആയിക്കോട്ടെ. ഞാൻ എന്തോരം ദ്രോഹിച്ചിട്ടുണ്ടെന്നറിയോ ആ കൊച്ചിനെ. എന്നിട്ട് ഇതുവരെ എന്നോട് ഒരു ദേഷ്യം പോലും കാണിച്ചിട്ടില്ല ആ കൊച്ചി. അവളുടെ മനസ്സ് മനസ്സിലാക്കാൻ എനിക്ക് ഇത്രയും കാലം വേണ്ടി വന്നടാ. സ്നേഹിച്ച മക്കളെ കയ്യിൽ പൈസ ഇല്ലെന്ന് അറിഞ്ഞപ്പോൾ എന്നെ ഇട്ടേച്ചു പോയി. പക്ഷെ അവൾ അങ്ങനെയല്ല. എന്നെ എന്നും കൊന്നു അവൾ സ്നേഹിച്ചിട്ടുള്ളൂ. അവളെ ഇരുന്ന് ഞാൻ സ്നേഹിക്കുന്നത് എനിക്കിപ്പത് മനസ്സിലാവുന്നുണ്ട്. ഞാനും അതെ അമ്മ. അവളെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു മാത്രമേ ഉള്ളൂ. ഒരു പരിഗണനയും ഞാൻ അവൾക്ക് കൊടുത്തിട്ടില്ല. പക്ഷെ അതിനൊന്നും പരിഭവം അവൾ ഇതുവരെ പറഞ്ഞിട്ടുമില്ല കേട്ടാ. ഇപ്പോ എനിക്ക് വയ്യാതായപ്പോ അവള് മാത്രം ഉണ്ടായുള്ളൂ എന്നെ നോക്കാൻ. അനിയത്തിയും ചേച്ചിയും എന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തോടെ കൊണ്ടുവരുന്ന ആരും ഉണ്ടായിരുന്നില്ല. ഒരു നല്ല കാലം നമുക്ക് എപ്പോഴും ദൈവം കാത്തു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. അത് വരുന്നവരെ ക്ഷമയോടുകൂടി കാത്തിരിക്കുക.